സെഷൻ ഒരു പാനൽ ഡിസ്കഷൻ പോലെയാണ്. ശ്രീ പ്രജോഷ് ആണ് നമ്മുടെ അടുത്ത പാനൽ നമ്പർ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു തദ്ദേശഭരണ സ്ഥാപനത്തിന് അനുമതി കൊടുക്കുവാൻ പ്രവാസികളുടെ അവർ നിന്ന് ഉണ്ടാക്കിയെടുത്ത മൂലധനം, അവർ നിന്നുള്ള എക്സ്പീരിയൻസും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും അധികം നമ്മുടെ നാടിന് ഇനി ഉപയോഗപ്പെടാൻ പോകുന്നത്. ഇ കോമേഴ്സ് ഓപ്പറേറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ GST എടുക്കേണ്ടി വരും. കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കൂടെ ചെറുകിട കച്ചവടക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്. അധികം പേർപ്പേഴ്സ് ഒന്നും ഡോക്യുമെന്റ്സ് ഒന്നും കീപ്പ് ചെയ്യേണ്ട, ബില്ലും മറ്റു കാര്യങ്ങളൊക്കെ മാത്രം കീപ്പ് ചെയ്താൽ മതി. 1.5 കോടിക്ക് താഴെ ടേൺ ഓവർ എങ്കിൽ, സെയിൽസ് എങ്കിൽ കോമ്പോഷൻ എടുക്കാം. സംരംഭകരാവാൻ തീരുമാനിച്ചതിൽ ഒരു ഭയങ്കര കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. എന്നാൽ ഒരു ഒന്നിലധികം പേർക്ക് തൊഴിൽ കൊടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സ്ഥാപനങ്ങളാണ്. പർച്ചേസ് ഇപ്പൊ നിലവിലെ സിസ്റ്റം പ്രകാരം ഓട്ടോമാറ്റിക് ഫീൽഡാണ്. കേരള നിയമപ്രകാരമുള്ള 6 ആക്ട്, കേരള പഞ്ചായത്ത് രാജ് ആക്ട്, പിന്നെ മുനിസിപ്പൽ ആക്ട്, പിന്നെ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റേഴ്സ് ആക്ട്, പിന്നെ മദ്രാസ്. പഴംപൊരിക്ക് GST ആയി തേങ്ങ ടാക്സബിൾ അല്ല. അത് ഒന്ന് പ്രോസസ് ചെയ്ത് കൊപ്രയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5% ടാക്സബിൾ ആണ്. അത് തന്നെ ഇപ്പൊ സ്ലൈസ് ചെയ്ത് ചിപ്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, നല്ല ലേസ് ഒക്കെ പോലെ വരുന്നുണ്ട്. അതിനൊക്കെ 12-18% ടാക്സബിൾ ആണ് വരുന്നത്. പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ വ്യാസാറിന്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നോക്കിയിട്ട് ഞാൻ എത്താൻ അദ്ദേഹമായിട്ട് വിളിച്ച് സംസാരിച്ചാൽ മാർക്കറ്റിംഗ് ആവശ്യമുണ്ടോ നോക്കണം. അപ്പോ സത്യത്തിൽ നമ്മളെ ബിസിനസ്സുകാർ അത് കഴിഞ്ഞ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്ത് ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെറിയ സംരംഭങ്ങളാണെങ്കിൽ പോലും ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുന്നില്ല. അതിന് കുറവുണ്ടായിരിക്കും. സംഭവിച്ചത് എന്തായാലും വന്ന ആൾക്കാരെല്ലാവരും ഹാപ്പി ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ശില്പശാല ഇവിടെ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനൊരു മീറ്റിംഗ്, സെമിനാർ പോലെ ഒരു സെഷൻ കണ്ടക്ട് ചെയ്തതിന് വ്യവസായ വകുപ്പിനെയും അസാഫിനെയും അഭിനന്ദിക്കുകയാണ്. അതുപോലെ നമ്മുടെ പാനലിലുള്ള മറ്റോരോരുത്തരും നമ്മുടെ അസാഫിന്റെ സൈഡിൽ നിന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്.